പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള എല്ലാവരെയും പേര് പ്രത്യേകം പറയണമല്ലോ. സദസ്സിലും അതുപോലെ ഓരോരുത്തരെയും പേര് പറയാവുന്ന ആളുകൾ ആ സദസ്സിലുള്ളത്. എത്ര പ്രധാനപ്പെട്ടൊരു സദസ്സിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആര് എന്നാണ് സ്വയം ചോദിച്ചത്. ഇവിടെ അരങ്ങിൽ വായിക്കുന്ന മനുഷ്യരുടെ കൂട്ടായിട്ട് വായന മരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലമാണ് ഇപ്പോൾ. നമ്മൾ വായനയിൽ കൂടിയാണ് വളർന്നു വന്നത്. എന്നെ ഞാനാക്കിയത് വായനയാണ്. അതിൽ പ്രധാന പ്രചോദനം എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയാണ് എന്നെ വായിക്കാൻ പഠിപ്പിച്ചതും വായിച്ചു തുടങ്ങിയതും അമ്മയിൽ നിന്നാണ്. അപ്പോൾ അമ്മയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇവിടെ അക്ബർ കക്കട്ടിൽ മാഷെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥകൾ, പല കഥകളും വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ കഥകൾക്കുള്ള പ്രത്യേകത എന്താ? കഥാപാത്രങ്ങളെ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായി അവതരിപ്പിക്കുകയല്ല, ചില വാക്കുകളില്ല. ഉദാഹരണം ഞാൻ പറയാം. ഒരു കഥ നാരായണീയം. ആ കഥയിലെ നാരായണി ഒരു സർക്കാർ ഓഫീസർ ടൈപ്പിസ്റ്റാണ്. നാരായണിയുടെ സൗന്ദര്യം നമ്മളാരും നാരായണിയെ കണ്ടിട്ടില്ല. പക്ഷെ അക്ബർ നാരായണിയെ ഓരോരുത്തരും എങ്ങനെ നാരായണിയെ കാണുന്നു എന്നത് ചേർത്ത് വെച്ച് നമ്മൾ നാരായണയുടെ സൗന്ദര്യം കണക്കാക്കണം. നാരായണിക്ക് പല്ലുവേദനയാണ്. പല്ലുവേദന വന്നപ്പോൾ ഓഫീസിലെ ഓരോരുത്തരും നാരായണിയെ എങ്ങനെ കാണുന്നു, എങ്ങനെ നാരായണിയെക്കുറിച്ച് ആലോചിക്കുന്നു മനസ്സിലാക്കുന്നു. അത് അക്ബറിന് മാത്രമുള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. കഥാപാത്രങ്ങളെ പൂർണ്ണമായും അവതരിപ്പിക്കാതെ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ നമ്മൾ കൂടി ചേർന്ന് അവതരിപ്പിക്കുന്ന രീതി. ഇപ്പം നാരായണിയുടെ നുണക്കുഴി, നാരായണിയുടെ കറുപ്പ്, ആ കറുപ്പിൻ്റെ പ്രത്യേകത, ആ കറുപ്പിന് സൗന്ദര്യം നാരായണിയുടെ അഴകാണ്. അങ്ങനെ നാരായണി എന്ന കഥാപാത്രത്തിലൂടെ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുകയും എന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം ചില വാക്കുകൾ കൂടി ചേർക്കുക. ഒറ്റക്കാരൻ്റെ കഥയിലുണ്ട് ഒരു പ്രത്യേകത. ആണായാൽ മീശ വേണം, ചുണ്ടത്തൊരു പേടി വേണം, ഒക്കത്തൊരു കത്തി വേണം, അരികത്തൊരു പെണ്ണ വേണം. ഏത് പെണ്ണാണ്? പെണ്ണ് എന്ന് പറയുന്ന പെണ്ണാണ്. നമ്മുടെ മലയാള കഥാസാഹിത്യത്തിൽ ദീർഘമായ കഥയെഴുത്തുകാരുടെ വലിയ നിരയുണ്ട്. ആ നിരയിൽ എന്തുകൊണ്ടും സ്ഥാനമുള്ള ഒരു കഥയെഴുത്തുകാരാണ് അക്ബർ. 10 വർഷമായി നമ്മളെ വിട്ടിട്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ മാറാതെ അക്ബർ നിൽക്കുക. ഇപ്പോൾ ഒരു കിണറ്റിൽ പൂച്ച വീണു, പൂച്ച കിണറ്റിൽ വീണു. അക്ബർ പ്രസംഗിക്കാൻ പോണ സമയത്ത് ആ പൂച്ച എന്നെ വീഴ്ച. സംഘാടകർ അക്ബർ തേടി വരുമ്പോൾ അക്ബർ അമ്മ പറഞ്ഞ പൂച്ച വീണു തുടങ്ങിയല്ലോ. അങ്ങനെ നമ്മുടെ മുമ്പിൽ നിസ്സാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ നമുക്ക് അതിൽ ജിജ്ഞാസ വർദ്ധിപ്പിച്ചുകൊണ്ട് വായിച്ചേർക്കാൻ പ്രേരണ ഉണ്ടാക്കുന്ന സംഭവങ്ങളാക്കി മാറ്റുക. അത് അക്ബർക്ക് മാത്രമുള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. ഞാൻ അക്ബറുടെ കൃതികളെക്കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിക്കാനില്ല. ഞാൻ പറഞ്ഞതുപോലെ ഓരോരാളും
ഇന്നത്തെ നിലയിൽ എങ്ങനെയായി എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിക്കാൻ ഈ ചർച്ച സഹായകമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളത്തിൽ നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത ഒരു നോവലിസ്റ്റാണ് ദേവ്. ദേവിൻ്റെ ഓടിയിൽ നിന്ന് എന്ന് പറയുന്ന നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം പപ്പുവാണ്. ആ കഥാപാത്രത്തിനുള്ള പ്രത്യേകത ദേവ് സൃഷ്ടിച്ചിരിക്കുന്നത് പപ്പു ഒരു തൊഴിലാളിയാണ്. തൊഴിലാളിക്ക് ചില ധർമ്മമുണ്ട്, കർമ്മമുണ്ട്. തൊഴിലാളിക്ക് ചില കാര്യങ്ങൾ അതിർത്തി വരുന്നുണ്ട്, ലക്ഷ്മണരേഖ. പപ്പു എന്ന ആ റിക്ഷക്കാരൻ അദ്ദേഹം റിക്ഷ എടുക്കുമ്പോൾ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് മുമ്പോട്ടെടുക്കുക. അപ്പോഴാണ് ഈ കുട്ടിയുടെ കയ്യിലുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ സാധനങ്ങൾ വീഴുന്നത്. ഇത് നടന്നൊരു സംഭവം. കൊല്ലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നത്തെ പോലെ എഴുത്തുകാരി ഇപ്പം നമ്മളെ നോവലിസ്റ്റ് ഇവിടെ ഇരിക്കുക ഞാൻ ആലോചിക്കുകയാണ്. അദ്ദേഹത്തെ നോവലൊക്കെ ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുക. അന്ന് നോവലിസ്റ്റ് ആളുകൾക്കറിയില്ല. വായനക്കാർ നോവൽ പോയി വാങ്ങിക്കൊണ്ടുവരില്ല. മിക്കവാറും ചില വായനശാലകളിൽ നോവലൊക്കെ ഉണ്ടാവും. ദേവിനെ പോലുള്ള ആളുകൾ നാട് നീളം നടന്ന് വിൽക്കുക. ഓടിയിൽ നിന്ന് പുസ്തകം, ഓടിയിൽ നിന്ന് 1 രൂപ. അങ്ങനെ വിറ്റ് ഓരോ ദിവസത്തെയും ചെലവ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം കൊല്ലത്തെത്തുന്നത്. അന്ന് വരുമാനമൊന്നുമില്ല, അതുകൊണ്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല, വിശന്നെത്തുക. എന്താ, ടി.കെ. ദിവാകരൻ്റെ ഓഫീസുണ്ട് അവിടെ. ഓഫീസിൽ പോയാൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടും എന്ന പ്രതീക്ഷയിൽ നിൽക്കുക. അങ്ങനെ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് താഴെ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. അപ്പോൾ ഓടിച്ചെന്നപ്പം ഇതാ സംഭവം. കുട്ടിയെ റിക്ഷ റിവേഴ്സ് ചെയ്യുമ്പോൾ മുട്ടി. ആ കഥയാണ് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ത്യാഗിയായ ഒരു തൊഴിലാളിയുടെ കഥ പറഞ്ഞു വെക്കുന്നത്. ആ കഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരുപാട് അവസരം അതിനകത്തുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി, കൊടും തണുപ്പുള്ള രാത്രി, പുറത്ത് മഴ നന്നായി പെയ്യുന്നു. നമ്മുടെ പപ്പു വരാന്തയിൽ കിടക്കുക. അകത്ത് പുതച്ചുപോലും കിടക്കാൻ പ്രയാസമാണ്, അത്ര തണുപ്പുണ്ട്. ഗൃഹനാഥ വന്ന് വാതിൽ തുറന്ന് ചോദിക്കുക, അകത്ത് കയറി കിടന്നൂടെ? ഇല്ല, കൂട്ടിക്കിടന്നോ? വേണമെങ്കിൽ അവിടെ നിന്ന് ഈ റിക്ഷാക്കാരൻ പപ്പുവിനൊരു മാനസാന്തരാവാം. ദേവ് പോയില്ല. കാരണം എന്താ, അങ്ങനെ മാനസാന്തരം വന്നെങ്കിൽ ഒരു തൊഴിലാളിയുടെ ചര്യ അവിടെ ഭംഗപ്പെടും. അപ്പോൾ ഓരോ കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയായിരിക്കണമെന്ന് ആദ്യമായി നമ്മളെ മനസ്സിൽ സങ്കല്പിക്കുമല്ലോ. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ദേവിനെ കുറിച്ചാണ്. ഈ ദേവ് പഴയകാലം കേശവനായിരുന്നു. ഈ കേശവൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു, വികൃതിയായ വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ സ്ഥിരമായി വരുന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കുട്ടികളെ മുമ്പിൽ വെച്ച് കാണിക്കാനായിട്ട് വരുന്നതാണ്. ഒരു ദിവസം വന്നത് കിളിയെ പിടിച്ചിട്ടാണ്. കിളിയെ കടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അതാ ഗുരുനാഥൻ്റെ വരവ്. മാഷ് ഇന്നത്തെ മാഷെ പോലില്ല. അന്ന് മാഷെ പിന്നിൽ ചൂരൽ കാണും. ആരടാ കിളിയെ കൊണ്ടുവന്നത്? ഞാനാണ്. മാറി നിൽക്കട. ആദ്യം 2 അടി കൊടുത്തു. കൂടികളോട് എഴുന്നേറ്റേക്ക് 3 പേര് എഴുന്നേറ്റു. 2 പേര് അടി ഇതുപോലെ ഓരോ അടി വാങ്ങി ശിക്ഷ ഏറ്റുവാങ്ങി. 3ാമത്തെ പയ്യൻ നിന്നപ്പം
അദ്ദേഹം ചോദിച്ചു നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഈ വികൃതിയുടെ കൂട്ടത്തിൽ എന്തിനാ പോയി? ഇനി പോകരുത് കേട്ടോ, മോനെ അവിടെ ഇരുന്നു. അപ്പൊ കേശവൻ ചോദിച്ചു, അതെന്താ? നമ്മളെല്ലാവരും ഒരേ കുറ്റം ചെയ്തതല്ലേ, അവനെ മാത്രം ഒഴിവാക്കിയെന്താ? അവനോടത്തെ പ്രമാണിയായ ഉദ്യോഗസ്ഥന്റെ മകനാണ്, ഇത് രഹസ്യം. അതിന് പ്രതിഷേധിച്ച് ഇവൻ അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഇനി സ്കൂളിൽ കയറേണ്ട, അന്ന് പോയതാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് സ്കൂൾ വിട്ടിട്ട് ദേവ് എന്ന നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഏറ്റവും വലിയ കലാകാരൻ, അദ്ദേഹം പഠിച്ചത് പുറത്തുനിന്നാണ്. ഡിക്ഷണറി എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ടാഗോറിൻ്റെ കൃതികൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തി. അപ്പം വായന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ പ്രധാനപ്പെട്ട സംഭാവന നൽകുമെന്ന കാര്യത്തിൽ ദേവ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. ദേവ് എങ്ങനെ ദേവായി എന്നുള്ള കാര്യം ദേവ് സാധാരണത്തിന് അങ്ങനെയാണ്. അദ്ദേഹം ആര്യസമാജത്തിൽ പോയി. ആര്യസമാജത്തിൽ പോയപ്പോൾ പറഞ്ഞു, ഇവിടെ പേര് മാറ്റണം. എന്താ മാറ്റേണ്ടത്? ദാസൻ ദേവൻ ഏത് വേണമെങ്കിലാവാം. ഞാൻ ഒരുത്തിൻ്റെ ദാസനാവില്ല, ഞാൻ ദേവൻ തന്നെ. അങ്ങനെയാണ് കേശവൻ കേശവദേവായി. നമ്മൾ മലയാള സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ നമുക്കൊരുപാട് ആളുകൾ എടുത്തു പറയാനുണ്ടെങ്കിൽ ഈ ദേവ് എന്ന എഴുത്തുകാരൻ ജീവിതവും അദ്ദേഹത്തിൻ്റെ കൃതികളും തമ്മിൽ ഒരു വല്ലാത്ത സ്വരച്ചേർച്ചുള്ള ആളാണ്. ആ ദേവിനെ പോലെ നമ്മളൊക്കെ ഒരുപാട് വായിച്ചു വരുന്നില്ലേ? വായനയ്ക്ക് കാരണം എന്താ? നമുക്ക് സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യമില്ല. ആലോചിച്ച് നോക്കുന്നത്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ കൊതിയായിരുന്നു, പഠിപ്പിക്കാൻ ആളില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മക്ക് വലിയ ആഗ്രഹം എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണം, എന്താക്കണം എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ പഠിപ്പിക്കാൻ ഭാഗ്യമില്ല. അച്ഛൻ മരിച്ചുപോയി 12 വയസ്സിൽ. പിന്നെ എൻ്റെ പഠിത്തത്തിന് വഴിമുട്ടി. പിന്നെ ഉച്ചക്ക് കഞ്ഞി ഉണ്ടാവില്ല, രാവിലെ ഒന്നും ഉണ്ടാവില്ല, വീട്ടിൽ സ്ഥിതി അങ്ങനെയാണ്. എന്തിന് പാഠപുസ്തകം നമ്മളെ കയ്യിലില്ലല്ലോ. നമ്മുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പാഠപുസ്തകം വാങ്ങിയിട്ട് നമ്മൾ പഠിക്കാറ് പറഞ്ഞു. അതുപോലുള്ള ഒരു ജീവിതത്തിൽ നമ്മളെപ്പോൾ ആലോചിക്കുന്നത് എന്താ? നമുക്ക് പഠിക്കാൻ എന്താ വഴിയുന്നത്? അപ്പം അമ്മ പറഞ്ഞൊരു കാര്യം, വായനശാല എന്ന് നമ്മളവിടെ ഒരു വായനശാലയുണ്ട്, ദേശാഭിവർദ്ധി വായനശാല. അവിടെ പുസ്തകം എടുത്തുകൊണ്ടുവരാൻ ഞാൻ പറഞ്ഞേക്കും. ഞാൻ പോയി അമ്മ എഴുത്തിരുന്ന പേരിൽ പുസ്തകം എടുക്കും. അങ്ങനെയാണ് മലയാളത്തിലെ സാഹിത്യകാരന്മാരെ മിക്കവാറും പുസ്തകങ്ങൾ വായിക്കുന്നത്. അതൊരപൂർവ ഭാഗ്യമാണ്. അമ്മക്ക് സംസ്കൃതം കുറേ അറിയായിരുന്നു. രാമായണം മഹാഭാരതമൊക്കെ അമ്മ പറഞ്ഞിരുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അമ്മയിലും കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എങ്ങനെ നമ്മളായെന്ന് കടമ്പിലിട്ട കവിതയെ ചോദിക്കുന്നില്ലേ? നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ തിരുവനന്തപുരത്ത് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വിദൂര സ്വപ്നം പോലില്ലായിരുന്നു പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? എനിക്കെങ്ങനെ പാർലമെൻറ്റിൽ പോകാൻ പറ്റുമോ? ഞാൻ കോളേജിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ടോ? ഇല്ല. ഇംഗ്ലീഷുകാരോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇങ്ങനെ പാർലമെൻറ്റിൽ എങ്ങനെ പോകുന്നില്ല? തിരുവനന്തപുരത്തെ ജനങ്ങളെല്ലാം കൂടി എന്നെ പാർലമെൻറ്റിൽ അയച്ചു. പക്ഷെ അപ്പം എനിക്കൊരു കാര്യം ബോധ്യമായി. അമ്മ ആദ്യമേ പറഞ്ഞു, അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ആദ്യം പാർലമെൻറ്റിൽ പോയപ്പം നമ്മുടെ സ്പീക്കറെ കണ്ടു, സോമനാഥ് ചാറ്റർജി. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി സംസാരിച്ചു. കാരണം പാർലമെൻറ്റിൽ ഞാനൊരാളെല്ലാം വരുള്ളൂ, മറ്റുള്ളവരോടുള്ള നേരത്തെ എല്ലാം സത്യപ്രതിജ്ഞയായിരുന്നല്ലേ, ഞാൻ ബൈ ഇലക്ഷനിലേ വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച്,
എങ്ങനെയായാലും ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞതാ സത്യപ്രതിജ്ഞക്ക് എഴുതിക്കൊണ്ടുപോയത് ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടുപോയത് കാണിച്ചു. അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ ഭാഷ എന്താ? ഞാൻ പറഞ്ഞു മലയാളത്തിൽ വരെ. മലയാളത്തെ പറ്റും. അതിൻ്റെ ഗുണമെന്താന്ന് ചോദിച്ചാൽ അന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാർലമെന്റ് എല്ലാവരും കൂടി കൈയടിച്ച് ഇദ്ദേഹത്തിനോട് പറഞ്ഞ എല്ലാവരെയും കൈപിടിച്ച് കുലുക്കണം. കൈപിടിച്ച് കുലുക്കി പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാൻ ഉള്ള ഏർപ്പാടുണ്ടാക്കി. PDT ആചാര്യോട് പറഞ്ഞ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ നിയമിച്ച് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ. ഇപ്പം ഏത് ഭാഷയിലും പട്ടമർത്തിയ ട്രാൻസ്ലേഷൻ കിട്ടും. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഞാൻ വലിയ ആളാണെന്നുള്ള ധാരണ നമ്മൾ ഒരിക്കലും മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും താഴെയാണെന്നുള്ള ബോധ്യമാണ് നമ്മളെ നയിക്കുന്നത്. ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് അറിയാനും അറിയിക്കാനും എല്ലാം കഴിയും. എന്നെ പല അമ്പലങ്ങളിലും പ്രസംഗിക്കാൻ പഠിക്കാറുണ്ട്. ഞാനൊരു ഭക്തനല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല, ഒരു ദൈവത്തെയും ഞാനിതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവവിശ്വാസിയല്ല. പക്ഷെ വിശ്വാസികളെ ഞാൻ ഏറെ ബഹുമാനിക്കുക. കാരണം എന്താ പറയുക, യഥാർത്ഥ വിശ്വാസിയെ തെറ്റിയില്ല. തെറ്റിയുമ്പം അവന് ഭയമുണ്ട് ആരെ? ദൈവത്തെ. യഥാർത്ഥ പൊതുപ്രവർത്തകർ തെറ്റിയില്ല. തെറ്റിയുമ്പം ഭയമുണ്ട് ആരെ? ജനങ്ങളെ. പൊതുപ്രവർത്തകരുടെ ദൈവം ജനങ്ങളാണ്. ആ കാര്യം പൊതുപ്രവർത്തകരും ഓർക്കണം. നമ്മൾ പോകുന്ന വഴിയിൽ പെശകുണ്ടോ എന്ന് നമ്മൾ സ്വയം നോക്കി തിരുത്തണം. ഇപ്പം എന്നെ നമ്മളെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഞാനില്ലാത്ത സംസ്ഥാന കൗൺസിൽ. ഞാനൊരു സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. അന്ന് തൃശ്ശൂർ നമ്മൾ ഈ ഗോപാലകൃഷ്ണൻ അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. അപ്പം ഞാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് തിരഞ്ഞെടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അറിഞ്ഞില്ല. തിരഞ്ഞെടുത്തിരിക്കുക, ഇവിടെ ഇരിക്കുന്നവർ അവിടെ ഇരുത്തി. അപ്പോൾ ചിലർ പറഞ്ഞൊരു മുടി മുറിക്കണം. അപ്പം ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കുക. ഉച്ചക്ക് പിരിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കുക, നിങ്ങൾ ഈ മുടി മുറിക്കരുത്. ഈ മുടി മുറിച്ചാൽ നിങ്ങളുടെ ആളുകൾക്ക് മനസ്സിലാവില്ല. ഇപ്പം കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾ മനസ്സിലാവും. കാരണം എന്താ? ഈ മുടിയാണ്. അപ്പോൾ ജനങ്ങൾക്കറിയാം ഇത് പന്നിയനി കേന്ദ്രം. മുടി മുറിച്ച ആളെ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പല വഴിമാറിയ ചിന്തകളും വരാം. കള്ളുഷാപ്പ് കയറണം തോന്നാം, വേറെ ഏതെങ്കിലും വഴിക്ക് പോകണം തോന്നാം, ആരോടും സംസാരിക്കണം തോന്നാം, ചിലപ്പോൾ നല്ല പെൺകുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ട് നോക്കണം തോന്നാം. അതൊക്കെ സംഭവിച്ചു പോകും. വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നടത്തണം. എത്ര വലിയ അനുഭവ സമ്പത്തുള്ളൊരു വാക്കാണ് ഗോപാലകൃഷ്ണൻ. അത്രമാത്രം അനുഭവ സമ്പത്തുള്ള ആളല്ലേ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര കൃത്യമാണ്. ഞാനിപ്പോൾ എവിടെ പോയാലും തിരക്കുള്ള ആളുകൾക്ക് തന്നെ അറിയല്ലോ. അതെങ്ങനെ അറിയുന്നത്? ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട്. പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് വേണ്ടി സ്വയം അർപ്പിക്കപ്പെട്ടവൻ, പ്രതിഫലേച്ഛയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ അർപ്പിക്കപ്പെട്ടവൻ, അതല്ല പൊതുപ്രവർത്തകൻ. മറ്റ് പൊതുപ്രവർത്തകൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂലി വാങ്ങാൻ തുടങ്ങിയ പൊതുപ്രവർത്തകനാണോ? അല്ല. രാഷ്ട്രീയക്കാരനാണോ? അല്ല. പിന്നെന്താ? കച്ചവടക്കാരൻ. കാരണം എന്താ? ലാഭം വേണം. ലാഭം ഉണ്ടെങ്കിൽ ലാഭിച്ചായി ജീവിക്കാം. അതിലോ ലാഭം വേണം, അല്ലേ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ ആർഭാടമായി ജീവിക്കുന്ന പലരെയും എനിക്കവരെ ജീവിതം മുഴുവൻ ആദ്യം അറിയാം. അന്ന് ഇപ്പം ആർഭാടമായി ജീവിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, എങ്ങനെയാണ് ആർഭാടമായി ജീവിക്കുന്നത്? എനിക്ക് കിട്ടുന്നത് പെൻഷൻ ഒഴിച്ച് ഒരു പൈസയും ഞാൻ ആരോടും വാങ്ങാറില്ല, പാർട്ടി ഓഫീസും വാങ്ങാറില്ല. കിട്ടുന്ന പെൻഷൻ്റെ 15% ഓഫീസിൽ ലഭ്യ കൊടുക്കണം. ഇപ്പം പെൻഷൻ കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാറേ. ഇപ്പം 6000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ കിട്ടാൻ തുടങ്ങിയില്ല, കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് 31,000 രൂപ. ഈ 31,000 രൂപയാണ് എനിക്ക് കിട്ടുന്ന പെൻഷൻ. അത് മതിയല്ലോ. പിന്നെ ആ പെൻഷൻ അനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് സ്വയം തയ്യാറാക്കണം. എൻ്റെ അടുത്ത് ഗൂഗിൾ പേൻ്റെ ഏർപ്പാടില്ല കേട്ടോ സാറേ.
ഗൂഗിൾക്കല്ലേ ഏർപ്പാടില്ല, അതുകൂടെ അറിയാം. ഗൂഗിൾ ഏർപ്പാട് ചെയ്താൽ എൻ്റെ ബഡ്ജറ്റ് തെറ്റും. ബഡ്ജറ്റ് തെറ്റിയാൽ ഞാൻ കടക്കാരനാവും. ജീവിതത്തിൽ നിന്നോളം എനിക്ക് ആരോടും കടമാണ്ട വന്നിട്ടില്ല. അങ്ങനെ വാങ്ങേണ്ട ഒരു സ്ഥിതി വന്നിട്ടില്ല. ഞാൻ വിഷയന്മാരല്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് മാത്രമേ. ഒന്ന്, പൊതുപ്രവർത്തകർ ജനങ്ങളുടെ താഴെയാണ്.